ഹായ്. അപ്പോൾ ഞാനിങ്ങനെ എന്ത് ഉണ്ടാക്കാം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഉണക്ക മീൻ കൊണ്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതിയായി. അപ്പോൾ ഈ വെജിറ്റബിളും ഫിഷും ചിക്കനും അങ്ങനെ അതൊക്കെ ഇങ്ങനെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് ഉണക്ക മീൻ കൊണ്ട് കറിയോ വറുത്തതോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് കൊതി തോന്നാറുണ്ട്. കാരണം ഇത് നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടാറുള്ളൂ. അതുകൊണ്ട് നാട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മയോട് ഞാൻ പറയാറുണ്ട്, ഉണക്ക തെരണ്ടി വറുത്ത് തരുമോ എന്നൊക്കെ ഞാൻ ചോദിക്കും. അതും കഞ്ഞിയൊക്കെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ഉണക്ക ചെമ്മീൻ കൊണ്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഉണക്ക ചെമ്മീൻ ഒക്കെ എനിക്ക് കിട്ടാറുള്ളൂ. ഈ തെരണ്ടിയൊക്കെ വാങ്ങിക്കാൻ എവിടെയൊക്കെയോ പോകണം നല്ലതൊക്കെ കിട്ടണമെങ്കിൽ. ഇപ്പം നല്ല ഉണക്ക മീൻ കിട്ടാൻ ഭയങ്കര പാടാണ്. ഓറൻ്റെ സ്റ്റൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് ഉണക്ക ചെമ്മീൻ കറിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? ഓറ എനിക്ക് ഉണക്ക ചെമ്മീൻ കറി വേണം. അപ്പോൾ ഓറ വേണം അല്ലേ? അപ്പൊ നമുക്ക് ഉണക്ക ചെമ്മീൻ കറി വെക്കാം. ഹായ്. അപ്പോൾ ആദ്യത്തെ പരിപാടി ചെമ്മീൻ വറുത്ത് കഴുകി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുരട്ടി അല്പനേരം വെക്കാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ചട്ടിയിൽ ബാക്കി പരിപാടികൾ ചെയ്യാം. ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി ചതച്ചത്, പിന്നെ നമ്മളുടെ പുളിവെള്ളം. അപ്പോൾ അതും വെള്ളവും ചേർത്ത് ആ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനിടയിൽ നമുക്ക് അതിലേക്ക് ഒഴിക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ തേങ്ങ ചിരകിയതിൽ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത്, കുറച്ച് ജീരകവും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ വേണ്ട വെള്ളം എത്രയാണ് നിങ്ങൾ കറിക്ക് ആവശ്യമുള്ള വെള്ളം നന്നായിട്ട് ഒഴിച്ച് കലക്കി വെക്കാം. എന്നിട്ട് നമ്മളുടെ ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണക്ക ചെമ്മീൻ ഇത് നന്നായിട്ട് കലക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ നമുക്ക് അല്പനേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ നെയിലാട്ട് അടിപൊളിയല്ലേ, നല്ല നൈസായിട്ടുണ്ടല്ല. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് തിളച്ച് വരട്ടെ. നമുക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് വിടാം. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ഫ്രഷ് കറിവേപ്പിലുണ്ട്, അതും കൂടി ഇട്ട് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ അതിനിടയിൽ നമുക്ക് തോരൻ വെക്കാനുണ്ട്. അപ്പോൾ ഫ്രഷ് സ്പ്രിംഗ് ഒണിയൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുനുകുനാന്നങ്ങ് അരിഞ്ഞ് വെക്കാം. സ്പ്രിംഗ് ഒണിയൻ നല്ല രസമില്ലേ കാണാൻ, അത് അരിഞ്ഞ് കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ നമ്മളുടെ ഉണക്ക ചെമ്മീൻ ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ നോക്കാം. എന്നിട്ട് നമുക്കിനി കടുക് വറുത്ത് ഒഴിച്ചാൽ മാത്രമായി. അങ്ങനെ കടുക് പൊട്ടുന്നുണ്ട്, അങ്ങനെ പൊട്ടട്ടെ. അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാടൻ ചട്ടിയിലെ ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ കറി ടേസ്റ്റ് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ, അടിപൊളിയാണ്. അപ്പോൾ ഉണക്ക മീൻ കറി കഴിക്കാൻ ആഗ്രഹമുള്ളവർ അതുണ്ടാക്കി നോക്കും. അപ്പോൾ ഇനി നമുക്ക് തോരൻ്റെ പരിപാടിയും കൂടി നോക്കാം. കടുക് വറുത്തു, അപ്പോൾ കറിവേപ്പില, കുറച്ച് സവാളയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട്, പിന്നെ നമ്മളുടെ സ്പ്രിംഗ് ഓണിയൻ കൂടി, നമ്മൾ ഉള്ളിത്തണ്ട് അങ്ങനെയല്ലേ പറയാം. അപ്പോൾ നന്നായിട്ട് വഴറ്റിയ ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കത് വേവിക്കാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ തോരൻ അവിടെ സെറ്റാകുന്നുണ്ട്. വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ എൻ്റെ ലഞ്ചിലുള്ള പ്രിപ്പറേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉപ്പും ചേർത്താണ് ഞാൻ മൂടി വെക്കുന്നത്. അപ്പോൾ ഇനി എനിക്ക് പപ്പടം കൂടി വറുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി സക്സസ് ആയി. അപ്പോൾ നമ്മുടെ തേങ്ങ അവസാന ഘട്ടത്തിൽ നമ്മുടെ തേങ്ങ ചെറിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ തോരൻ സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് പപ്പടം വറുക്കാം. അപ്പോൾ ഞാൻ കടുക് വറുത്ത പാനിലാണ് പപ്പടം വറുക്കണം. അപ്പോൾ അത് ഒരു ഫുൾ പപ്പടം അതിലേക്ക് കൊള്ളില്ല. അപ്പോൾ ഞാൻ മുറിച്ചിട്ടാണ് പപ്പടം കാച്ചുന്നത്. അപ്പോൾ പപ്പടവും കൂടി കാച്ചി കഴിഞ്ഞ് ഇന്നത്തെ ലഞ്ചായി. അപ്പോൾ ചോറും നല്ല ഉണക്കച്ചെമ്മീൻ കറിയും നമ്മുടെ ഉള്ളിത്തണ്ട് വറവും നമ്മുടെ പപ്പടം നല്ല ടേസ്റ്റല്ലേ, ഇങ്ങനെ വെറുതെ എടുത്ത് കഴിക്കാൻ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ലഞ്ച് അവിടെ റെഡിയായി. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല അച്ചാറും പപ്പടവും ഉള്ളിത്തണ്ട് തോരനും പിന്നെ നമ്മളുടെ ഉണക്കച്ചെമ്മീൻ കറിയും. ബായ്, അടുത്ത വീഡിയോയിൽ കാണാം.